ഞാനൊരു റീല് കണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാണുന്ന റീലാണ്. കുറെ അധികം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് വരുന്നതാണ്. മറ്റൊന്നുമല്ല, കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് വഴക്കുണ്ടാക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. അപ്പൊ നമുക്ക് എന്താണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പാരന്റ്സിന്റെ വഴക്ക്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ പാരന്റ്സിന്റെ വഴക്ക്, ഇതൊക്കെ കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്പ് ആവുന്നത് അക്കോർഡിംഗ്ലി ആയിരിക്കും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് വരാറുണ്ട്. പക്ഷെ ഇന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ടച്ചിങ് ആയിട്ട്, അത് ഭയങ്കര ഒരു ഇമോഷണലി എന്നെ ഇരുത്തിയ ഒരു വീഡിയോ ആയിപ്പോയി. അതപ്പോൾ നിങ്ങളുമായിട്ട് ചുമ്മാ ജസ്റ്റ് ഷെയർ ചെയ്യണം എന്നൊന്ന് തോന്നി. മറ്റൊന്നുമല്ല, നമ്മള് ഒബ്വിയസ്ലി നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കുമ്പോൾ അതൊരു വഴക്ക് മാത്രമായിട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഈ വഴക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മൾ അവരുടെ ഫ്രണ്ടിൽ വഴക്ക് ഉണ്ടാക്കാറുണ്ട്, നമ്മൾ അവരുടെ ഫ്രണ്ടിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അവരുടെ ഫ്രണ്ടിൽ വഴക്കുണ്ടാക്കുന്നതിലും 100 ഇരട്ടി സ്നേഹിക്കാനും കൂടെ നമ്മൾ കാണിച്ചു പഠിച്ചിരുന്നെങ്കിൽ എന്നല്ല, സ്നേഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുമ്പം ഇപ്പൊ എന്താ പറയാ, പാരന്റ്സ് തമ്മിൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒന്ന് ഹഗ് ചെയ്യുമ്പോഴോ കിസ് ചെയ്യുമ്പോഴോ എന്തുകൊണ്ടാണ് ഈ നാണക്കേട് ഫീൽ ചെയ്യുന്നത്? കുഞ്ഞ് കാണും, അല്ലെങ്കിൽ മോനുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കണേ അല്ലേ? ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ്, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കാം. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ ഇതേ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് വോയിസ് റേസ് ചെയ്യുമ്പോഴോ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് വോയിസ് റേസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കുന്ന ടൈമിലോ ഒന്നും നമ്മളിത് ചിന്തിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ്? സ്നേഹമാണ് ആക്ച്വലി ഒരു കുട്ടി കണ്ടു വളരേണ്ടത്. നമ്മൾ എന്താണോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതാണ് അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലേ? അതിപ്പോ എല്ലാവരുടെ കേസിലും, ഇപ്പൊ കർമ്മയുടെ കാര്യം പറഞ്ഞാലും അങ്ങനെയാണ്. വാട്ട് എവർ ഗോസ് അറൌണ്ട് കംസ് ബാക്ക്. അത്ര തന്നെയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് doesn't affect your child's mental and physical health. നമുക്ക് എത്രത്തോളം നമ്മൾ അവരുടെ അടുത്ത് അപ്രോച്ചബിൾ ആയിട്ടിരിക്കണോ അത്രത്തോളം അവർ നമ്മളുടെ അടുത്തും തിരിച്ച് അപ്രോച്ചബിൾ ആയിരിക്കും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ചബിൾ ആയിരുന്നാൽ മാത്രമേ അവർക്കും നമ്മളൊരു സേഫ് പ്ലേസ് ആണ്. വി ക്യാൻ അപ്രോച്ച് അവർ പാരന്റ്സ് വെനെവർ വി നീഡ്. നമ്മൾ എന്ത് മിസ്റ്റേക്ക്, നമുക്ക് ചെറിയൊരു കാര്യം തെറ്റുപറ്റിയാലും നമ്മൾക്ക് ഓടിച്ചെന്ന് പറയാൻ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവരിൽ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. എപ്പോഴും ട്രൈ ടു ബി എ ഫ്രണ്ട് വിത്ത് യുവർ കിഡ്സ്. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളെ അങ്ങനെ ഓവറായിട്ട് നശിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ഇപ്പം ഓവർ ഫ്രീഡം അങ്ങനെയൊന്നുമല്ല. അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള പേരന്റ് ആവുക എപ്പോഴും. ഇപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ആ ഒരു ട്രോമ എത്രത്തോളമാണ് കുട്ടിയിൽ ഉണ്ടാക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് സ്നേഹവും സമയവും ആണ്. എന്താ പറയാ, കുറെ ടോയ്സോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ മണിയോ ഇതൊന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവര് ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയായിട്ടുള്ള കുറച്ച് സമയം, അല്ലെങ്കിൽ അച്ഛനും അമ്മ എന്നെ കേട്ടിരുന്നെങ്കിൽ, അത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. സോ ബി ദാറ്റ് പാരന്റ് who hear your child and not just ignore them. Thank you.